പ്രിയ കുട്ടികളെ, പൊതുവെ പ്രസന്റ് കുറവായിട്ട് കാണുന്നുണ്ട്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ക്ലാസ് ഉണ്ടോ ഇല്ലേ എന്നുള്ള ആശങ്ക എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ അത് കാരണമായിരുന്നു നിങ്ങള് ഇംഗ്ലീഷിന്റെ ടെക്സ്റ്റ് ബുക്ക് ഞാൻ അയച്ചു തന്നിരുന്നു. അത് എല്ലാവരും നോക്കിയിട്ടുണ്ടാന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിനോട് സാമ്യമുള്ള ടെക്സ്റ്റ് തന്നെയാണ് 5ലുള്ളത്. വളരെ രസകരമായ ചിത്രങ്ങളും മറ്റുമൊക്കെയുള്ള ഒരു പുസ്തകമാണ്. ഇവിടെ തുടക്കത്തില് ഒന്നാമത്തെ പാഠത്തിൽ ദ വാംത്ത് ഓഫ് ലവ്, സ്നേഹത്തിന്റെ തീവ്രത എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അർത്ഥം വെക്കാം. അങ്ങനെ ഉള്ള ഒരു ഭാഗമുണ്ട്. അതില് വീട്ടുകാര് കുട്ടികളൊക്കെ അവരുടെ സ്നേഹം പങ്കുവെക്കുന്നത് കാണാൻ പറ്റും. കൂടെ മുകളില് പക്ഷികള് അതിന്റെ കുഞ്ഞുങ്ങള് ഒക്കെ സ്നേഹം പങ്കുവെക്കുന്നുണ്ട്. അതിന്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ട്, എർത്ത് ഈസ് ദ റൈറ്റ് പ്ലേസ് ഫോർ ലവ്. ഭൂമി സ്നേഹിക്കാൻ ഏറ്റവും നല്ലൊരു സ്ഥലമാണ്. ആര് പറഞ്ഞതാണ്? റോബസ്റ്റ് ഫ്രോസ്റ്റ്. നമുക്ക് ആർക്കെങ്കിലും ഒക്കെ സന്ദേശം അയക്കാൻ പറ്റിയ നല്ലൊരു വേർഡാണ്, നല്ലൊരു സെന്റൻസ് ആണ്. അപ്പൊ റോബർട്ട് ഫ്രോസ്റ്റ് ആണ് പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞതാണ്. ഇനി ഇവിടെ ദ ഡോർവേ എന്ന് പറഞ്ഞ് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അവിടെ അമ്മ കുട്ടി ഒരു കുട്ടി വളരെ സന്തോഷത്തോടു കൂടെ സ്കൂളിലേക്ക് പോകുന്ന ഒരു ചിത്രം. മറ്റൊന്ന് കരഞ്ഞുകൊണ്ട് ഇഷ്ടമില്ലാതെ പോകുന്ന ഒരു ചിത്രമാണ് കാണുന്നത്. ലുക്ക് അറ്റ് ദ പിക്ചർ above. Two boys are getting ready for school. What is the first boy doing? എന്ന് ചോദിച്ചു നമ്മളോട്. എന്താണ് ഫസ്റ്റ് ബോയ് ചെയ്യുന്നത്? ഫസ്റ്റ് ബോയ് ഇസ് വെരി ഹാപ്പി, ഇല്ലേ? വളരെ ഹാപ്പിയാണ്. അവൻ അമ്മയോടൊക്കെ യാത്ര പറഞ്ഞ് പോവാണ്. ഈസ് ഹി ഹാപ്പി എന്ന് ചോദിക്കും. ഈസ് ഹി ഹാപ്പി എന്ന് പറഞ്ഞാല് അവൻ ഹാപ്പി ആണോ? അവൻ സാഡ് ആണോ എന്ന് എങ്ങനെ ചോദിക്കുക എന്ന് ചോദിക്കുമോ എന്ന് പറയും. എങ്ങനെ അവൻ സാഡ് ആണോ എന്ന് ചോദിക്കുക? അങ്ങനെ ചോദിക്കും. ഈസ് ഹി ഹാപ്പി എന്ന് പറഞ്ഞാൽ അവൻ ഹാപ്പി ആണോ എന്നാ ചോദിക്കും. സാഡ് ആണോ എന്ന് എങ്ങനെ ചോദിക്കും? പറഞ്ഞോളൂ, എങ്ങനെ പറയും? അവൻ സാഡ് ആണോ? ഈസ് ഹി ഹാപ്പി എന്ന് പറഞ്ഞാൽ അവൻ ഹാപ്പി ആണോ എന്നാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ അവൻ സാഡ് ആണോ എന്ന് എങ്ങനെ ചോദിക്കും? എങ്ങനെ ചോദിക്കും? പറഞ്ഞോളൂ, അങ്ങനെ പറഞ്ഞോളൂ. അവൻ ഹാപ്പി ആണോ എന്ന് ഇതിൽ ചോദിച്ചിട്ടുണ്ട്. ഈസ് ഹി ഹാപ്പി. അവൻ സാഡ് ആണോ എന്ന് എങ്ങനെ ചോദിക്കും? അമ്മയല്ലേ അവിടെ ഉള്ളത്? അമ്മന്റെ പേര് കാണുന്നുണ്ടല്ലോ. വേറെ ആരെങ്കിലും കേൾക്കണോ അമ്മക്ക് വേണ്ടി? നീയാ കൃഷ്ണ പറയൂ. അമ്മ മിണ്ടുന്നില്ല. നീയാ കൃഷ്ണ പറയൂ. ഇതൊന്നും കുട്ടികളല്ലേ കേൾക്കുന്നത് ക്ലാസ്? എന്താ ആരും ഒന്നും പറയാത്ത? Is he sad? ആ, അങ്ങനെയാണ്. ഈസ് ഹി സാഡ്. ഇനി പെൺകുട്ടിയാണെങ്കിൽ ഈസ് ഷീ സാഡ് ഓർ ഈസ് ഷീ ഹാപ്പി അങ്ങനെ ചോദിക്കാൻ പറ്റും. വാട്ട് ഇസ് ദ റീസൺ എന്ന് ചോദിക്കുന്നുണ്ട്. അവർക്ക് കോൺഫിഡൻസ് കൂടുതലാണ്. മറ്റു ഫ്രണ്ട്സിനെ കാണുന്നതും ടീച്ചേഴ്സുമായിട്ട് സംസാരിക്കുന്നതും പഠിക്കുന്നതും ഒക്കെ വളരെ കോൺഫിഡൻസ് കൂടിയ ഒരു സംഗതിയാണ്. അതുകൊണ്ടാവണം അവന് ഇത്ര ഹാപ്പി ആയി നിൽക്കുന്നത്, അല്ലേ? ആൻഡ് വാട്ട് അബൌട്ട് ദ സെക്കൻഡ് ബോയ്? സെക്കൻഡ് ബോയെ കുറിച്ച് എന്താ പറയാനുള്ളത്? സെക്കൻഡ് ബോയ് ഹാപ്പി ആണോ സാഡ് ആണോ? ഇസ് ഹി ഹാപ്പി? പറഞ്ഞോളൂ, സാൻസി പറയൂ. സെക്കൻഡ് പിക്ചറിൽ ഇവിടെ 2 പിക്ചർ കാണുന്നില്ലേ ചിത്രത്തില്? ഇതിൽ സെക്കൻഡ് പിക്ചറിലുള്ള ബോയ്, വാട്ട് അബൌട്ട് ദ സെക്കൻഡ് ബോയ്? ഈസ് ഹി ഹാപ്പി? യെസ് ഓർ നോ? സാൻസി? No.
No, he is not happy, he is sad and he is crying. What is his mother doing? Mother എന്താ ചെയ്യുന്നത്? Mother is consoling. നമ്മൾ കൺസോളിംഗ് എന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. എവിടെയാ പഠിച്ചത്? ഐസക്കിന്റെയും ദിൽനയുടെയും പാഠത്തിൽ അല്ലേ? അവിടെ പഠിച്ചിട്ടുണ്ട് നമ്മൾ. കൺസോൾഡ് ഐസക് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു ചെറിയ കഥയുണ്ട്. ദ കിസ്സിംഗ് ഹാൻഡ്. ദ കിസ്സിംഗ് ഹാൻഡ് എന്നാണ് കഥയുടെ പേര്. നമ്മള് 4ാം ക്ലാസ്സിൽ കണ്ടതുപോലെ തന്നെ ഒരു യൂണിറ്റില് പല പല സബ് യൂണിറ്റുകൾ ഉണ്ട്. ഇതിലും അങ്ങനെ തന്നെ. ഇൻ ദിസ് സ്റ്റോറി എ ലിറ്റിൽ റാക്കൂൺ. റാക്കൂൺ എന്ന് പറഞ്ഞാൽ ഇതാണ് ജീവി. ഈ കാണുന്ന ജീവികൾ. ഇവിടെ 2 ജീവികൾ കണ്ടില്ലേ? നമ്മുടെ നാട്ടിൽ എന്താ പറയുക? മരപ്പട്ടി മെരു എന്നൊക്കെ പറയില്ലേ? അതന്നെ സംഗതി. റാക്കൂൺ നെയ്മഡ് ചെസ്റ്റർ ഈസ് ഹെസിറ്റന്റ് അബൌട്ട് ഗോയിങ് ടു സ്കൂൾ. ഇതാണ് ചെസ്റ്റർ. ഏതാണ് ചെസ്റ്റർ? ഇതാണ് ചെസ്റ്റർ ആണല്ലേ? ഇതാണ് ചെസ്റ്റർ. ദിസ് ഇസ് ചെസ്റ്റേഴ്സ് മദർ. ഇത് മദറാണ് ആണല്ലേ? മദർ എല്ലാം അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് ഉഷാറായി നിൽക്കുന്നുണ്ട്. അതേപോലെ ചെസ്റ്ററും അങ്ങനെ തന്നെ സ്കൂൾക്ക് പോവാണ്. സ്കൂളില് മരപ്പട്ടികൾ അല്ലെ? നല്ല രസം. അപ്പൊ അവിടെ ഈ കഥ നമ്മൾ വായിക്കുമ്പോ മനസ്സിലാക്കേണ്ട കാര്യം ഒന്ന്, ഇതിലുള്ള എല്ലാ വേർഡ്സും നമുക്ക് അറിഞ്ഞിരിക്കണം. വായിക്കാനും അറിഞ്ഞിരിക്കണം, അതിന്റെ അർത്ഥം അറിഞ്ഞിരിക്കണം. അങ്ങനെയാണ് നമ്മള് പഠിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. എന്താണ് ഓപ്ഷൻ? എന്താണ് അർത്ഥം അറിയാത്തൊരു വേർഡ് നമ്മൾ എങ്ങനെ കണ്ടെത്തും? പറയൂ. അർത്ഥം അറിയില്ല. ടെക്സ്റ്റ് ബുക്കിൽ വന്നിരിക്കുന്ന ഒരു വേർഡ് നമുക്ക് അർത്ഥം അറിയില്ല. എന്ത് ചെയ്യും? എന്ത് ചെയ്യും? പറയൂ. എന്ത് ചെയ്യും? ഗ്ലോസറിയിൽ നോക്കുക. വെരി ഗുഡ്. അപ്പൊ ഇതിന് ഗ്ലോസറി ഉണ്ടോ എന്ന് ആദ്യം ഒന്ന് പരിശോധിച്ച് നോക്കുക. ഇങ്ങനെ പോകുന്ന കഥ കഴിഞ്ഞിട്ടില്ല. കഥ കഴിഞ്ഞാലേ നമുക്ക് ഗ്ലോസറി നോക്കാൻ പറ്റുള്ളൂ. ഇതാ ഇവിടെ ഗ്ലോസറി. ഏതാ പേജ്? പേജ് 14. പേജ് 14 ഗ്ലോസറി ഉണ്ട്. അപ്പൊ അതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇത് ഡിക്ഷണറിയിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ABCD ആൽഫബറ്റിക് ഓർഡറിലാണ് ഇതിന് വേർഡ് മീനിങ് കൊടുത്തുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാൻ പറ്റും. ഇവിടെയും അറിയാത്ത നമുക്ക് ഡിക്ഷണറിയിൽ നോക്കാൻ പറ്റും. ഡിക്ഷണറി എന്ന് പറയുമ്പോൾ മുമ്പൊക്കെ ഡിക്ഷണറി ഞങ്ങളൊക്കെ വാങ്ങലായിരുന്നു. ഇപ്പൊ മൊബൈലിൽ ഗൂഗിൾ ഡിക്ഷണറി ഒക്കെ ഉണ്ട്. അതിൽ അടിച്ചു നോക്കിയാലും മതി. നിങ്ങളെ സൗകര്യം പോലെ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ഞാൻ ഇതിന്റെ തുടക്കം ഒന്ന് പറഞ്ഞുതരാം. പിന്നൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഒരു പാഠം എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് ഭാഗം ഞാൻ ആദ്യം കാണിച്ചു. പിന്നെ ഇതിൽ എന്തൊക്കെ വർക്കുകളാണ് വന്നിട്ടുള്ളത് എന്നൊന്ന് പരിശോധിക്കും. അതാണ് നമ്മൾ ചെയ്യുക. ഫുള്ളായിട്ട് ഇത് പറയാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ആദ്യം പറഞ്ഞൊക്കെ മറക്കും ചെയ്യും. നോക്കാം. ചെസ്റ്റർ റാക്കൂൺ. ഞാൻ പറഞ്ഞു ചെസ്റ്റർ എന്നുള്ള ഇവിടെ ഇതിന്റെ ഒരു പേരാണ്. റാക്കൂൺ എന്നുള്ളതാണ് ജീവി. റാക്കൂൺ. ചെസ്റ്റർ റാക്കൂൺ stood at the edge of the forest and cried. ഈ ഫോറസ്റ്റിന്റെ എഡ്ജിൽ നിന്നുകൊണ്ട് ക്രൈ ചെയ്യുന്നു. സ്റ്റുഡ് പറഞ്ഞാൽ എന്താണ്? സ്റ്റുഡ്, സ്റ്റാൻഡ്, സ്റ്റുഡ്. സ്റ്റുഡ്, സ്റ്റുഡ്, സ്റ്റുഡ് മീൻസ് പറഞ്ഞോളൂ. അറിഞ്ഞോളൂ. വേഗം വേഗം പറഞ്ഞോളൂ. സ്റ്റുഡ് മീൻസ് എന്താ? സ്റ്റുഡ് അറിയില്ലെങ്കിൽ അറിയില്ല പറയും കുട്ടികളെ. എന്താ പള്ളിക്കാട്ടൊക്കെ സലാം പറഞ്ഞാലും ആരും ഒന്നും കൊണ്ടിട്ടില്ല. സ്റ്റാൻഡ്, സ്റ്റുഡ് എന്താ? ഇതെന്താ ഫോണ് തുറന്ന കുട്ടികൾ വേറെ എവിടെങ്കിലും പോകുന്നുണ്ടോ? എന്താ ആരും ഒന്നും മിണ്ടാത്ത? അറിയില്ലെങ്കിൽ അറിയില്ല പറഞ്ഞാ പോലെ. അപ്പൊ ഞാനോട് പറയില്ലേ? ഏ അറിയില്ലെങ്കിൽ അറിയില്ല പറയ്.
അറിയില്ല. അതാണ്. സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ നിൽക്കുക, സ്റ്റുഡ് എന്ന് പറഞ്ഞാൽ നിന്നു. സ്റ്റുഡ് മീൻസ് നിന്നു എന്നാണ്. സ്റ്റാൻഡ് നിൽക്കുക, സ്റ്റുഡ് നിന്നു, മാത്രമേ ഉള്ളൂ. ചെസ്റ്റർ റാപ്പോ സ്റ്റുഡ് അറ്റ് ദ എഡ്ജ്. എഡ്ജ് മീൻസ് വക്ക്, അരികിൽ, അതിർത്തി എന്നൊക്കെ അർത്ഥം. stood at the edge of the forest and cried, എന്നിട്ട് ക്രൈ ചെയ്തു. I don't want to go to school. I don't want to go to school. ഞാൻ സ്കൂളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു കുട്ടി ഹോസ്പിറ്റലിലേക്കാണ് ഉദ്ദേശിക്കാത്തത് എന്നുണ്ടെങ്കിൽ എങ്ങനെ പറയും? എങ്ങനെ പറയും? സ്കൂൾ എന്നുള്ളതിന് പകരം എന്ത് മാറും? ആ, എന്ത് മാറും? ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ ആവും. അപ്പൊ ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു ഹോസ്പിറ്റൽ എന്നാവും. എനിക്ക് ഹോസ്പിറ്റലിൽ പോകണ്ട, അവിടെ ചെന്നാൽ സൂചി അടിക്കും, ഇഞ്ചക്ഷൻ എടുക്കും എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ, എനിക്ക് സ്കൂളിലേക്ക് പോകണ്ട. ഹി ടോൾഡ് ഹിസ് മദർ. ടോൾഡ് പറഞ്ഞു. ഹി ടോൾഡ് ഹിസ് മദർ, അവന്റെ അമ്മയോട് പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹി ടോൾഡ് ടു ഹിസ് മദർ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഹി ടോൾഡ് ഹിസ് മദർ എന്ന് പറയും. അപ്പൊ തന്നെ അമ്മയോട് പറഞ്ഞു എന്നാണ്. ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു. സ്റ്റേ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ നിൽക്കുക, സ്റ്റേ, തങ്ങുക. ഐ ഡോണ്ട്, അതിന്റെ അർത്ഥമൊക്കെ ഗ്ലോസറിയിൽ ഉണ്ടാവും. അറിയാത്ത ഗ്ലോസറി ഉണ്ടാവും, ഇല്ലാത്ത മൊബൈലിൽ അടിച്ചു നോക്കിയാൽ. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. എനിക്ക് ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കണം. ഐ വാണ്ട് ടു സ്റ്റേ വിത്ത് യു. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്. ടോയ്സുമായിട്ട് കളിക്കണം, കളിപ്പാട്ടം എടുത്ത് കളിക്കണം. ഐ വാണ്ട് ടു റീഡ് മൈ ബുക്സ്. പിന്നെ എനിക്ക് എന്റെ ബുക്കുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. ഐ വാണ്ട് ടു സിങ് ഓൺ മൈ സിങ്. അവിടെ ശ്രദ്ധിക്കണം. സിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മള് ഒന്നാം ക്ലാസ്സില് ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ട്, ടു ആൻസിന്റെ പാഠത്തിൽ പഠിച്ചിട്ട് സിങ്, ലെറ്റ് us സിങ് ഓൺ ദ സിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ സിങ് തന്നെയാണ് ഇവിടെയുള്ള സിങ്, ഊഞ്ഞാൽ എന്നർത്ഥം. ഇവിടെ ഐ ഡോണ്ട് വാണ്ട് ടു സിങ്, ഐ വാണ്ട് ടു സിങ്, എനിക്ക് ആടണം, ഊഞ്ഞാൽ ആടണം. ഓൺ മൈ സിങ്, എന്റെ ഊഞ്ഞാലിൽ. ഊഞ്ഞാൽ എന്നുള്ളതിനും ഊഞ്ഞാലിൽ ആടുന്നതിനും സിങ് എന്നുള്ള വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അത് ശ്രദ്ധിക്കണം. പ്ലീസ് മേ ഐ സ്റ്റേ ഹോം വിത്ത് യു. ഞാൻ ഇവിടെ തന്നെ, ഈ വീട്ടിൽ തന്നെ നിൽക്കട്ടെ എന്ന് ചോദിക്കും. അപ്പോ ഈ റക്കൂൺ സ്കൂൾക്ക് പോകാൻ ഇഷ്ടമല്ല അല്ലെ? മിസ് റക്കൂൺ ടു ചെസ്റ്റർ. മിസ് റക്കൂൺ എന്ന് പറഞ്ഞാൽ ഇവിടെ റക്കൂണിന്റെ മദറിനെയാണ് ഉദ്ദേശിക്കുന്നത്. മിസ് റക്കൂൺ ടു ചെസ്റ്റർ. ചെസ്റ്ററിനെ എടുത്തു, കുട്ടികളെ എടുക്കൂലേ, ചെസ്റ്റർ ബൈ ഹാൻഡ് ആൻഡ് നൊസിൽഡ് ഹിസ് ഇയർ. നൊസിൽഡ് ഹിസ് ഇയർ എന്ന് പറഞ്ഞാൽ നമ്മള് എന്താ പറയാ, നൊസിൽഡ് ശരിക്കും നോസ് എന്നുള്ള വാക്കിൽ നിന്ന് വരുന്നതാണ്. നൊസിൽഡ് പറഞ്ഞാൽ മൂക്ക് കൊണ്ടൊക്കെ തട്ടി ഉരുമ്മി കിസ് ചെയ്യുന്നതിനാണ്. എല്ലാ സ്ഥലത്തും ഇങ്ങനെ കിസ് ചെയ്യാം, ചുംബിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത് നൊസിൽഡ് ഹിസ് ഇയർ. ഇവിടെ എന്താ ഗ്ലോസറിയിൽ അതിന് പറഞ്ഞിട്ട് നോക്കട്ടെ നമുക്കൊന്ന്. ഞാൻ ഊഹിച്ച് പറഞ്ഞാണ് നുസിലിന്റെ അർത്ഥം, പഴയ മെമ്മറിയാണ്. അതാ നുസിൽ. ടു റബ് അഗേൻസ്റ്റ് ജെന്റിലി വിത്ത് നോസ് ആൻഡ് മൗത്ത്. അതന്നെ നോസും വായൊക്കെ ഉപയോഗിച്ച് എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യാം, റബ്ബ് ചെയ്യാൻ ഉരസുക, തടവുക എന്നൊക്കെ അർത്ഥം. എന്ന് വെച്ചാൽ കിസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കറക്റ്റാ. 5ാം ക്ലാസ് പുസ്തകമല്ലേ, നമ്മൾ നാലത്തെ വിവരം വെച്ച് നോക്കിയിട്ട് കാര്യമില്ല. ഇനി നോക്കൂ, അവിടെ 2 ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എപ്പോഴും നമുക്ക് ആൻസർ ചെയ്യാൻ കഴിഞ്ഞിരിക്കണം. കാരണം നമ്മള് ഇംഗ്ലീഷ് പരീക്ഷയിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പലപ്പോഴും ഉണ്ടാകാറുള്ള ഒരു പാരഗ്രാഫ് തരിക, എന്നിട്ട് അതിന്റെ പിന്നെ അതിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാവും. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഒരു പാഠം പഠിഞ്ഞു എന്നുള്ളതിന് തെളിവാണ് ഈ താഴെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയുക എന്നുള്ളത്. ചെസ്റ്റർ ഡസന്റ് വാണ്ട് ടു ഗോ സ്കൂൾ. വൈ? ചെസ്റ്റർ എന്ത് ചെയ്യുന്നില്ല, സ്കൂളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താണ് കാരണം? എന്താ കാരണം? വൈ? എന്താ കാരണം? ഹി വാണ്ട് സ്റ്റേ. ഹി ആണ് വരിക, ഐ വാണ്ട് എന്താവും, ഹി ആവും. ഹി വാണ്ട്സ് ടു സ്റ്റേ ഹോം വിത്ത് ഹിസ് മദർ. വിത്ത് യു എന്നുള്ളത് എന്താവും, വിത്ത് ഹിസ് മദർ. ഹി വാണ്ട് ടു പ്ലേ വിത്ത് ഹിസ് ഫ്രണ്ട്സ് ആവും. വിത്ത് മൈ ഫ്രണ്ട്സ് എന്നുള്ളത് വിത്ത് ഹിസ് ഫ്രണ്ട്സ്. ഐ വാണ്ട് ടു പ്ലേ വിത്ത്, ഐ വാണ്ട് എന്നുള്ളത് എന്താവും,
he wants to play with my toys എന്താവും his toys ആവും അവന്റെ ടോയ്സ്. പിന്നെ I want ഉള്ളത് he want to read his books ആവും his books. പിന്നെയോ he want to sing he wants to sing wants yes വേണ്ടോ he ആവുമ്പോ I ആവുമ്പോ yes ഉണ്ടാവില്ല I you ഇതിനൊന്നും yes ഉണ്ടാവില്ല he ആവുമ്പോ yes വരും. He wants to sing on my sing ഉള്ള എന്താവും his sing ആവും. ഓക്കെ അതാണ്. If you were in Chester's place, what would you do? നിങ്ങൾ ചെസ്റ്ററിന്റെ സ്ഥാനത്താണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? സ്കൂളിലേക്ക് പോവോ അതോ വീട്ടിൽ തങ്ങോ എന്നാണ് ചോദ്യം. What is your answer? I will go to school എന്നാവും I will not go to school ആവും. നിങ്ങൾ എന്താണ് സെലക്ട് ചെയ്യുന്നത്? I will not ആണോ I will ആണോ? പറഞ്ഞോളൂ. I will. I will ആണ് അല്ലേ? I will go to school ആണ്. ഓക്കെ. ഇനി ഇവിടെ ചെസ്റ്റർ മദർ നൊസിൽ ചെയ്യുന്നതിന്റെ ചിത്രമാണ് അവിടെ. നൊസിൽ ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞു. അതിന്റെ മൂക്കും അതിന്റെ നാക്കും വായൊക്കെ ഉപയോഗിച്ച് നക്കി കൊടുക്കുക, ചുംബിച്ചു കൊടുക്കുക, ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു തരത്തിൽപ്പെട്ട സ്നേഹപ്രകടനമാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചിത്രം. കണ്ടല്ലോ, കാണുന്നുണ്ടാവും വിചാരിക്കുക. അതിലേറെ സൂം ചെയ്യണ്ടല്ലോ. ഇനി sometimes we all have to do things we don't want to do. എന്നിട്ട് പറയാണ് sometimes we all have to do things we don't want to do. നമുക്ക് ഇഷ്ടമില്ലാത്ത പലതും ചിലപ്പോൾ നമുക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ ചില സംഗതികൾ എല്ലാ സമയത്തും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ തന്നെ ആവില്ല ചെയ്യുക. ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യവും ചെയ്യേണ്ടി വരും. അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും, ഇതിന്റെ ശേഷം വരുന്ന വർക്കിലുണ്ടോ ഞാൻ നോക്കാം. She told him gently. നന്നായിട്ട് വളരെ മാന്യമായി നല്ല രീതിയിൽ സൗഹാർദ്ദത്തോടെ സ്നേഹത്തോടെ പറയുന്നതാണ് ജെന്റിലി. ഈവൻ ഇഫ് they seem strange and എന്താണ് scary at first. നോക്കൂ, ഈവൻ ഇഫ് they seem strange, അവ നമുക്ക് അപരിചിതമായി പരിചയമില്ലാത്തതായി തോന്നിയാലും and scary first. സ്കേറി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എവിടെ ഗ്ലോസറിന്നോ? മിക്കവാറും പേടിപ്പെടുത്തുന്ന ഭീതിജനകമായ എന്നാവാനാണ് സാധ്യത. ഞാൻ നോക്കട്ടെ. സ്കേറി എവിടെ? സ്കേറി കോസിങ് ഫിയർ, പേടിയുണ്ടാക്കുന്നത്. ഭീതിജനകം അതാണ് കോസിങ് ഫിയർ, സ്കേറി. ഓക്കെ. ഇനി but you will love school once you start. നീ പോയി തുടങ്ങിയാൽ നീ സ്കൂളിനെ ഇഷ്ടപ്പെടും എന്നാണ് പറയുന്നത്. You will make new friends. നിനക്ക് പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ കഴിയും. And play with new toys. പുതിയ കളിപ്പാട്ടങ്ങൾ, വീട്ടിലൊന്നുമില്ലാത്ത ടോയ്സ് സ്കൂളിൽ കിട്ടും. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും അല്ലെ? പലതും വീട്ടിലില്ലാത്തത് സ്കൂളിൽ കിട്ടും. ഗവൺമെന്റ് സപ്ലൈ ഉണ്ടാവും. You can read new books and sing on new things. പുതിയ ബുക്കുകൾ റീഡ് ചെയ്യാൻ പറ്റും, പുതിയ സിംഗിൽ പോയിട്ട് ആടാൻ പറ്റും, ഇതൊക്കെ പറ്റും. ബിസൈഡ്സ് എന്നാൽ കൂടാതെ. ഇവിടെ ശ്രദ്ധിക്കണേ, ബിസൈഡ്സിന്റെ അർത്ഥം ശ്രദ്ധിക്കണം. ബിസൈഡ് എസ് ഇല്ലാതെ അവസാനത്തെ എസ് ഒഴിവാക്കി കഴിഞ്ഞാൽ ബിസൈഡ് എന്ന് പറഞ്ഞാൽ നിയർ, അടുത്ത് എന്നാണ് അർത്ഥം. എസ് കൂട്ടിക്കൊടുത്താൽ കൂടാതെ എന്ന് അർത്ഥം. ബിസൈഡ്സ് കൂടാതെ. ബിസൈഡ് എന്ന് പറഞ്ഞാൽ വെറും ബിസൈഡ് ആണെങ്കിൽ അടുത്ത്, നിയർ, ക്ലോസ് എന്നൊക്കെയാണ് അർത്ഥം. അവസാനത്തെ എസ് വരുമ്പോ അർത്ഥം മാറി. അത് ശ്രദ്ധിക്കണം. ബിസൈഡിന്റെ അർത്ഥം ശ്രദ്ധിക്കണം കേട്ടോ. ബിസൈഡ്സ് കൂടാതെ. She added
അവള് കൂട്ടിച്ചേർത്തു എന്ന് വെച്ചാൽ മദറാണ് കൂട്ടിച്ചേർത്തത്. ഐ നോ എ വണ്ടർഫുൾ സീക്രട്ട്, എനിക്കൊരു സീക്രട്ട് അറിയാം. ദാറ്റ് വിൽ മേക്ക് യുവർ നൈറ്റ്സ് അറ്റ് സ്കൂൾ seem as warm and cozy as your days at home. എന്താണ് പറഞ്ഞത്? ഐ നോ, എനിക്കറിയാം. എ വണ്ടർഫുൾ സീക്രട്ട്, ഒരു അത്ഭുതകരമായ സീക്രട്ട് എനിക്കറിയാം. ദാറ്റ് വിൽ മേക്ക് യുവർ നൈറ്റ്സ്, അത് നിന്റെ നൈറ്റുകളെ, രാത്രികളെ ആക്കി മാറ്റും. മറ്റു സ്കൂളില് സീംസ് ആസ്, അത് തോന്നിപ്പിക്കും. ആസ് വാം ആൻഡ് കോസി, കോസി എന്ന് പറഞ്ഞാല് തമാശ കളികൾ എന്നാണെന്ന് തോന്നുന്നു. നോക്കാം. കോസി, ഗിവിംഗ് ഫീലിംഗ് ആൻഡ് കംഫർട്ട്. കംഫർട്ട്, സുരക്ഷ തോന്നി. തമാശയല്ല കേട്ടോ, സുരക്ഷ. എവിടെ 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 എവിടെ? വാം ആൻഡ് കോസി, വളരെ ഉന്മേഷവും അതേപോലെ നിനക്ക് കംഫർട്ട്, സുരക്ഷയും തോന്നിപ്പിക്കും. ഏതുപോലെ? ഡേയ്സ് അറ്റ് ഹോം, പകൽ വീട്ടിലുള്ളത് പോലെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടുത്തെ രാത്രികളില് നിനക്ക് വളരെ സുരക്ഷ തോന്നിപ്പിക്കും. ചെസ്റ്റർ വൈപ്ഡ് അവേ ഹിസ് ടിയേഴ്സ് ആൻഡ് ലുക്ക്ഡ് ഇൻട്രസ്റ്റഡ്. ചെസ്റ്റർ വൈപ്ഡ് അവേ എന്ന് പറഞ്ഞാൽ തുടച്ചു കളയുക. വൈപ്പ്, നമ്മള് വൈപ്പർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും വണ്ടി വീട്ടിലുള്ള ആളുകള്. വൈപ്പർ എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയാ, വണ്ടിന്റെ മുൻഭാഗത്ത് മഴ പെയ്യുമ്പോ മഴവെള്ളം തുടച്ചു കളയുന്ന ആ സാധനമില്ല, അതിന് വൈപ്പർ എന്ന് പറയും. വീട്ടിലാണെങ്കിലും മേശയും മറ്റൊക്കെ തുടച്ച് വെള്ളം കളയുന്ന സാധനം വൈപ്പർ എന്ന് തന്നെ പറയാ. അടിഭാഗത്ത് തുടക്കുന്നതിനൊക്കെ വൈപ്പർ എന്ന് തന്നെയാണ് പറയാ. വൈപ്പ് തുടച്ചു കളയുക. വൈപ്പർ എബെ പറഞ്ഞാൽ തുടച്ചു കളഞ്ഞ് ഒഴിവാക്കുക എന്ന് വിചാരിച്ചു. എബെ, ഓക്കെ, വൈപ്പ് എബെ. ചെസ്റ്റർ വൈപ്ഡ് എവേ ഹിസ് ടിയേഴ്സ്. ടിയേഴ്സ് എന്താണ്? ടിയേഴ്സ് എന്താണ്? ടിയേഴ്സ് പഠിച്ചാണ്. ടിയേഴ്സ് 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 മീൻസ് ആർക്ക് പറയാം? ആർക്ക് പറയാം ടിയേഴ്സ്? ഞാൻ പറഞ്ഞോളൂ, നേരം കുറവാ. അറിയില്ലെങ്കിൽ അറിയില്ല പറയൂ വേഗം. അറിയില്ല. അറിയണം, അത് 4ാം ക്ലാസ് പഠിച്ചാണ് നമ്മള്. എന്താണ്, റെയിൻ ഡ്രോപ്പിന്റെ പാഠത്തിലൊക്കെ പഠിച്ചാണ്. അപ്പോ ടിയേഴ്സ് പറഞ്ഞാല് കണ്ണുനീർ തുള്ളികൾ എന്നർത്ഥം. കണ്ണുനീർ, ടിയേഴ്സ്. ലുക്ക്ഡ് ഇൻട്രസ്റ്റഡ്, എന്നിട്ട് എന്ത് ചെയ്തു? താല്പര്യമുള്ളതായിട്ട് തോന്നിച്ചു. ഞാനിപ്പോ ഇന്ന് ഇതുവരെ എടുക്കുന്നുള്ളൂ, അതല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇങ്ങനെയാണ് പോവേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് ഓരോ വേർഡ് ബൈ വേർഡ് ആയിട്ട് നമ്മൾ അതിന്റെ മീനിങ് ശരിക്കും പഠിച്ചിരിക്കണം. നമുക്ക് വായിക്കാൻ അറിയാത്തതോ അല്ലെങ്കിൽ നമുക്ക് വേർഡ് മീനിങ് അറിയാത്തതോ ആയിട്ട് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഈ പാഠത്തിൽ നിന്ന് ഇതേപോലെ ഒരിക്കലും പരീക്ഷയ്ക്ക് ചോദ്യം വരില്ല. നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ ഉപയോഗിക്കേണ്ടിയും വരില്ല. ഇപ്പൊ ഞാൻ ഈ പാഠം വായിച്ചിട്ട് ഇങ്ങനെ അർത്ഥം പറയുന്നുണ്ട്, പറയുന്നുണ്ട്. അറിയാത്തത് കുറച്ചേ ഉള്ളൂ, അത് ഞാൻ ഗ്ലോസറി നോക്കി പറയാ ചെയ്യും. ഞാൻ എൻ്റെ ഒരു പുസ്തകത്തിലും ഇങ്ങനെ ഒരു കഥ പഠിച്ചിട്ടില്ല. പിന്നെയോ വേറെ ഏതോ കഥയിൽ പഠിച്ച വാക്കുകൾ ഇവിടെ വന്നപ്പോൾ ഞാൻ അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നു എന്ന് മാത്രം. അതേപോലെയാണ് നമ്മൾ ഈ വേർഡ്സ് ഒക്കെ ഓരോന്നും വേർഡ് ബൈ വേർഡ് ആയിട്ട് കാണാതെ വെച്ചാൽ വായിക്കാൻ പഠിക്കണം, അതിന്റെ അർത്ഥവും പഠിക്കണം, ഗ്ലോസറിയിൽ നോക്കിയിട്ട് പഠിക്കണം. ഗ്ലോസറിയിലുള്ളത് പോലെ തന്നെ നമ്മൾ പഠിക്കേണ്ടത്. ചില കുട്ടികളൊക്കെ വേർഡ് മീനിങ് മലയാളത്തിൽ എഴുതിയെടുക്കും. അങ്ങനെയല്ല ചെയ്യേണ്ടത്, അത് ഇംഗ്ലീഷിൽ തന്നെ എഴുതി പഠിക്കണം വേർഡ് മീനിങ്. ഇപ്പൊ ഇതിന് നോക്കുമ്പോൾ എങ്ങനെ വേർഡ് മീനിങ് ഇംഗ്ലീഷിൽ എഴുതണത്? ഇതാ ഇങ്ങനെ കണ്ടില്ലേ? എഡ്ജ്, ദ ഔട്ടർ ബൗണ്ടറി. ബൗണ്ടറി പറഞ്ഞാൽ അതിർത്തി എന്നൊക്കെയാണ് അർത്ഥം. ദ ഔട്ടർ ബൗണ്ടറി, പുറത്തെ അതിർത്തി. ജെന്റലി, ഇൻ എ കൈൻഡ് മാനർ, ഒരു നല്ല രീതിയിൽ, ഒരു ദയാവായ്പോട് കൂടെ. പിന്നെ നസ്ല് ഞാൻ പറഞ്ഞു. നസ്ല് നല്ലതല്ലേ, ഇതിനൊക്കെ എന്താ പറയാ, മാഗസിനൊക്കെ പേരിടാൻ പറ്റിയ പേരാണ്.
scamper, to run with quick light steps. ഒക്കെ ഓരോന്നും വേർഡ് മീനിങ് അങ്ങനെയാണ്. നമ്മൾ അങ്ങനെയാണ് പഠിക്കേണ്ടത്. ചില കുട്ടികൾ എന്ത് ചെയ്യുന്ന അറിയാം, വേർഡ് മീനിങ് പാഠപുസ്തകത്തിൽ തന്നെ ആ വേർഡിന്റെ അവിടെ അങ്ങനെ പെൻസിൽ കൊണ്ട് എഴുതി വെക്കും. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഇംഗ്ലീഷ് പഠിയില്ല. ചില കുട്ടികൾ വായിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ആ വാക്ക് അവിടെ ഇംഗ്ലീഷിൽ എഴുതി വെക്കും. ചെയ്യരുത്. അതൊന്നും ചെയ്യാൻ പാടില്ല. അത് നമ്മൾ നമ്മോട് തന്നെ ചെയ്യുന്ന ചതിയാണ്. അത് നമ്മൾ ഇംഗ്ലീഷ് നമുക്ക് ഒരിക്കലും പഠിയില്ല. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. വേർഡ് മീനിങ് എഴുതി പഠിക്കേണ്ടത് അതേപോലെ തന്നെ ഇംഗ്ലീഷിലാണ്. നമ്മളത് വേർഡ് മീനിങ് പിന്നെ ഗൂഗിളിൽ അടിച്ചാലും അതിന്റെ ഇംഗ്ലീഷിലുള്ള വേർഡ് മീനിങ് വരും. നമ്മൾ അത് ശീലിക്കണം. അതാണ് നല്ലത്. ഇനി ആരാ മൈക്കോൺ ആക്കിക്കണതിന്റെ ഇടയിൽ അതേപോലെ മറ്റൊന്ന്, ഈ താഴെ ഭാഗത്ത് വരുന്ന ചോദ്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതിന് ഉത്തരങ്ങൾ നമ്മൾക്ക് പഠിക്കണം. ഒരിക്കലും പരീക്ഷയ്ക്ക് ഇതേപോലെ ചോദ്യങ്ങൾ വരില്ല. അതായത് പാഠത്തുനിന്ന് ചോദിച്ച ഇതേപോലെ ചോദ്യങ്ങൾ വരില്ല. പകരം ഇങ്ങനെ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് നമുക്ക് അതിന്റെ താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരം ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നാണ് പരീക്ഷയ്ക്ക് നോക്കുക. അപ്പൊ ഈ പാഠത്തിൽ പറഞ്ഞിരിക്കുന്ന ഏകദേശം വേർഡ്സ് വരുന്ന വേറൊരു പാഠാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പൊ നമുക്ക് അവിടെ അതിന്റെ ഉത്തരം പറയാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓരോ വേർഡും നമ്മൾ പഠിച്ചിരിക്കണം. അങ്ങനെ ആകുമ്പോഴേ അത് പഠിയുള്ളൂ. ഇനി നമ്മള് ഇതിന്റെ താഴെ ഇത് ഞാൻ ഫുള്ളായിട്ട് അർത്ഥം വെച്ച് പറയുന്നില്ല, നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾ പുസ്തകങ്ങൾ വല്ലാതെ വൈകാതെ കിട്ടും. ഒരാഴ്ച കൊണ്ടൊക്കെ പുസ്തകം കിട്ടും. ഒട്ടുമിക്ക ബുക്ക് എത്തിയിട്ടുണ്ട്. നമ്മളെ സ്കൂളിൽ നമ്മളെ കുട്ടികൾക്കുള്ള പുസ്തകങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. 4ാം ക്ലാസ്സിലെ പരിസര പഠനമില്ലാത്ത എല്ലാ പുസ്തകങ്ങളും എത്തിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അടുത്ത് തന്നെ വിതരണം ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്കുള്ള പുസ്തകം നിങ്ങൾ ഏത് സ്കൂളിലാണോ ചേർന്നത് അവിടെ നിന്നാണ് കിട്ടുക. അത് വിളിച്ചു ചോദിച്ച് നേരത്തെ വാങ്ങി പൊതിഞ്ഞ് ഒന്നാമത്തെ പാഠമൊക്കെ ഒന്ന് വായിച്ചു നോക്കി ഒക്കെ ഒന്ന് റെഡി ആവണം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആക്ടിവിറ്റികൾ ചെയ്യുമ്പോഴാണ്. ആ പാഠഭാഗം ശരിയായ രീതിയിൽ അർത്ഥം അറിഞ്ഞ് വായിച്ച് പഠിച്ച ഒരാൾക്ക് ചെയ്യാവുന്ന വർക്കുകളെ ഇവിടെ ഉണ്ടാവുള്ളൂ. ഇവിടെ എന്താ, ഗസ്സിങ് ഗെയിം. ഗെയിം എന്താണുള്ളത്, ഗസ് ചെയ്യാനാണ്. ഒരു ഗെയിമിന്റെ ഇത് പറഞ്ഞിട്ടുണ്ട്, ചൂസ് സം വേർഡ്സ് ഫ്രം ദ യൂണിറ്റ് ആൻഡ് ആക്ട് ദം ഔട്ട്. ഒരു പിന്നെ ആക്ട് ചെയ്തിട്ട് പറയാനാണ്. ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഗസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ വേർഡ്സ്. അപ്പൊ ഒരു കാര്യം ആക്ട് ചെയ്തിട്ട് അതിന്റെ വേർഡ് പറയാനാണ് ഇവിടെ പറയുന്നത്. ഗെയിം അല്ല, ഒരു പാഠത്തിൽപ്പെട്ടപ്പോ നമ്മൾ ന്യൂസിൽ പറഞ്ഞു അതേപോലെ ഓരോ വേർഡുകൾ ആക്ട് ചെയ്ത് കാണിക്കാനാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ആക്ട് ചെയ്യാൻ പറ്റില്ല. സ്റ്റുഡ്, സ്റ്റാൻഡ്, ജമ്പിങ്, അതേപോലെ വേറെയൊക്കെ ഉണ്ടായാല് വൈപ്പ്, വൈപ്പ്, വൈപ്പവേ, ടിയേഴ്സ് വൈപ്പവേ നമ്മൾ പഠിച്ചല്ലോ. കണ്ണ് തുടച്ച് കളിയ, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മള് കണ്ടെത്തിയിട്ട് ആക്ഷൻ ചെയ്യാൻ പറ്റിയ വേർഡ്സ് ഏതാണോ കണ്ടെത്തിയിട്ട് അതിനനുസരിച്ച് ചെയ്യാനാണ് അവിടെ പറയുന്നത്. അപ്പൊ നമ്മള് നോട്ട് ചെയ്യണം ഏതൊക്കെയാണ് ആക്ട് ചെയ്യാൻ പറ്റും. ചിലത് ആക്ട് ചെയ്യാൻ പറ്റില്ല. ഉദാഹരണം, ഹാപ്പി നമുക്ക് ആക്ട് ചെയ്യാൻ കഴിയില്ല. സാഡ് നമുക്ക് മനസ്സിൽ തോന്നുന്നതാണ്. പിന്നെ അതേപോലെ ലവ് നമുക്ക് ആക്ട് ചെയ്യാൻ കഴിയില്ല. അത് മറ്റു പലതും ചെയ്യുമ്പോൾ മനസ്സിലാക്കുക, അതാ ലവ് ഉണ്ടായത് കൊണ്ട് ചെയ്യുന്ന ഓരോ വർക്കാണ്. ത്രോ എന്നുള്ളത് ചെയ്യുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹാപ്പി ചെയ്യാൻ പറ്റില്ല. ത്രോ എറിയുക, എറിഞ്ഞ് കാണാൻ പറ്റും. ഒരാൾ എറിഞ്ഞാൽ പെട്ടെന്ന് കാണാൻ പറ്റും. അതേപോലെ അല്ലല്ലോ മറ്റുള്ളത്. അപ്പോ ആക്ട് ചെയ്യാൻ പറ്റുന്ന വേർഡുണ്ട്, ആക്ട് ചെയ്യാൻ പറ്റാത്ത വേർഡുണ്ട്. അപ്പൊ ആക്ട് ചെയ്യാൻ പറ്റുന്ന ഏതാണ് കണ്ടെത്തുക. ആക്ടിവിറ്റി 2 എന്താണ് പറയുന്നത്, യു ഹാവ് എൻജോയ്ഡ് റീഡിങ് ദ സ്റ്റോറി, ഹാവ് ഇറ്റ് യു. നിങ്ങൾ സ്റ്റോറി ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഹാവ് ഇറ്റ് യു ഇല്ലേ, അങ്ങനെ ഹാവ് ഇറ്റ് യു ഇല്ലേ. ഇൻ ദ സ്റ്റോറി Chester Raccoon experiences different feelings. Some of his feelings are given below in the column A. Match them with suitable emoji given in column B. അപ്പോ ഇഷ്ടമുള്ള ഇഷ്ടമില്ലാത്തതായിട്ടുള്ള കുറെ സംഗതികൾ ഉണ്ടാവും. അതിൽ ഏത് ഇമോജിയൊക്കെയാണ് മാച്ച് ആവുക എന്ന് നോക്കിയിട്ട് വരച്ചു കൊടുക്കാനാണ്. ഇവിടെ വരക്കും നിങ്ങൾ ശ്രദ്ധിക്കണം, സ്കെയിൽ ഉപയോഗിച്ച് വൃത്തിയായിട്ട് വരക്കണം. പലപ്പോഴും പല കുട്ടികളും ചെയ്യുന്നത് മാപ്പില് ഭൂപടത്തില് പുഴ രേഖപ്പെടുത്തിയ പോലെ വളഞ്ഞ് തിരിഞ്ഞാണ് വരക്കുക. അതൊന്നും ശരിയല്ല. സ്കെയില് വെച്ച് കറക്റ്റ് ആയിട്ട് വരക്കണം.
എന്താ ഒന്നാമത് നോക്കൂ, വെൻ ഹി ഗെറ്റ്സ് ന്യൂ ഫ്രണ്ട്സ്, പുതിയ ഫ്രണ്ട്സിനെ കിട്ടുമ്പോൾ എന്താണ് അവന്റെ അവസ്ഥ? ജസ്റ്റ് ഫീലിംഗ് എന്താണ് സ്റ്റോറിയില്? ഹാപ്പി ആണോ സാഡ് ആണോ? ഇത് വരച്ചു വെക്കുക. അത് നമ്മളെ പാഠം ഒരുപാട് തവണ വായിക്കുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ഓരോന്നും വായിച്ചു നോക്കി ചെയ്യാൻ. പിന്നെ ആക്ടിവിറ്റി 3 എന്താണ് പറയുന്നത്? ക്രിയേറ്റ് ഇംപ്രിന്റ്സ് ഓഫ് കിസ്സിംഗ് ഹാൻഡ് ബൈ ട്രേസിംഗ് യുവർ ഹാൻഡ് ഓൺ പീസ് ഓഫ് പേപ്പർ. ഇത് പേപ്പറിൽ ചെയ്യാനാണ്. ക്രിയേറ്റ് ഇംപ്രിന്റ്സ് ഓഫ് കിസ്സിംഗ് ഹാൻഡ് ബൈ ട്രേസിംഗ് യുവർ ഹാൻഡ് ഓൺ ദ പീസ് ഓഫ് പേപ്പർ. നമ്മൾ പേപ്പറിലൊരു പിന്നെ ഇതുണ്ടാക്കിയിട്ട് ചിത്രം, ഹാൻഡിന് ചിത്രം ഉണ്ടാക്കിയിട്ട് അതിൽ കിസ് ചെയ്ത് കാണിക്കാനാണ് പറയുന്നത്. അങ്ങനെയുള്ള ചില ആക്ടിവിറ്റികളാണ് അതിൽ ചെയ്യുന്നത്. നമുക്കിത് വായിച്ചു നോക്കിയിട്ട് മനസ്സിലാവുന്നുണ്ടോ, എന്താണ് ആ നിർദ്ദേശം എന്നുള്ളത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടോ എന്നാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. അല്ല, ഓരോന്നിനും ഓരോ ഉദ്ദേശം ഉണ്ടാവുമല്ലോ. ഇവിടെ ചെക്ക് ചെയ്യുന്നത് ഇത് വായിച്ചു നോക്കിയിട്ട് അതേപോലെ നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നാണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഇതൊക്കെ വായിച്ചു നോക്കി മനസ്സിലാക്കി വെക്കണം, എന്നാലേ ചെയ്യാൻ പറ്റൂ. അല്ലാതെ നിങ്ങൾ ഒരു പേപ്പറിൽ ഒരു ചിത്രം വരച്ച് കിസ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷെ അതിനു വേണ്ടിയാണ് ഇത് പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. ഈ പറഞ്ഞ സംഗതി അതാണ്, അതിനു വേണ്ടിയുള്ള വർക്കാണ് അതൊക്കെ. ആക്ടിവിറ്റി 4 എന്താണ്? സം ഇവന്റ്സ് ഫ്രം ദ സ്റ്റോറി ആർ ഗിവൺ ബിലോ ഇൻ എ ജംബിൾഡ് വേ. യു മേ അറേഞ്ച് ദം പ്രോപ്പർലി ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. ഇത് സ്റ്റോറിയിലുള്ള ഓരോ സംഭവമാണ്. അത് ആ ഓർഡറിലല്ല, നമ്മൾ ഓർഡറിലാക്കി എഴുതുക. അപ്പൊ സ്റ്റോറിയിൽ 5-6 തവണ വായിച്ച് നമുക്ക് ആ സ്റ്റോറി ശരിക്കും മനസ്സിലാക്കാൻ ചെയ്യാവുന്ന വർക്കേ ഉള്ളൂ ഇതൊക്കെ. ഞാനത് വായിക്കുന്നില്ല. ആക്ടിവിറ്റി 5 എന്താണ്? ഇതേപോലെയാണ് നമുക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവട്ടെ. ഈ ആക്ടിവിറ്റികൾ നമുക്ക് ശരിക്കും ചെയ്യാൻ കഴിയണം. കാരണം പരീക്ഷയ്ക്ക് ഉണ്ടാവുക ഇങ്ങനത്തെ ഇതേപോലുള്ള ആക്ടിവിറ്റികളാണ്. ചെസ്റ്റർ റക്കൂൺ ഡസന്റ് വാണ്ട് ടു ഗോ ടു സ്കൂൾ. സ്കൂളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഹിസ് മദർ കമ്പൽസ് ഹിം. മദർ നിർബന്ധിക്കുന്നു. കമ്പൽ എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കുക. Here is a part of the conversation that takes place between them. അവർ തമ്മിലുള്ള കോൺവെർസേഷൻ. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ആൻഡ് റോൾ പ്ലേ ഇറ്റ്. കോൺവെർസേഷൻ എന്ത് ചെയ്യണം? എഴുതി മുഴുവനാക്കും വേണം. പിന്നെ എന്ത് ചെയ്യണം? അത് റോൾ പ്ലേ ചെയ്യുകയും വേണം. അപ്പൊ നമ്മൾ കോൺവെർസേഷൻ ഉണ്ടാക്കണം. ഇവിടെ തുടക്കം ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കുട്ടിയെ എന്ത് ചെയ്യുന്നുണ്ട്? പലതും പറഞ്ഞ് പ്രീണിപ്പിക്കുന്നുണ്ട്, പലതും പറഞ്ഞ് സുഖിപ്പിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അത് ആ ഒന്നാമത്തെ പാരഗ്രാഫ് ഞാൻ ഇന്ന് വായിച്ച ഭാഗം വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും, ഉഷാറായിട്ട് എഴുതാൻ കഴിയും. അത് കുറെ വട്ടം വായിക്കണം, അപ്പൊ മനസ്സിലാവും. ഒന്നാമത്തെ ഭാഗം ഓരോ വേർഡ് ബൈ വേർഡ് മീനിങ് ശരിക്കും പഠിക്കുന്ന വേണം. രക്ഷിതാക്കളും ശ്രദ്ധിക്കണം, എന്റെ കുട്ടിക്ക് എല്ലാം വായിക്കാൻ അറിയുന്നുണ്ട്. ചെസ്റ്റർ ആൻഡ് ഹിസ് മദർ വിസിറ്റ് ദ ഓഫീസ് ഓഫ് ദ സ്കൂൾ. ഓഫീസ് സന്ദർശിക്കുകയാണ്. ചെസ്റ്റർ ലുക്സ് അറൌണ്ട്. ഹിയർ ഈസ് വാട്ട് ഹി സീസ്. ഡിസ്ക്രൈബ് ഇറ്റ്. അപ്പോ ഡിസ്ക്രൈബ് ചെയ്യാനാണ്. എന്താണ് അവിടെ? അവിടെ ആരൊക്കെയുള്ളത്? ടേബിള്, ആ ടേബിൾ ബിഗ് ടേബിൾ ഉണ്ട്. അവിടെ ഹെഡ് മാസ്റ്റർ ഇസ് സിറ്റിംഗ് ആൻഡ് ദർ ഇസ് അനദർ ടീച്ചർ ബിസൈഡ് ഹിം. ബിസൈഡ് എന്ന് പറഞ്ഞാൽ അടുത്ത്, നിയർ എന്നുള്ളതാണ്. ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ ആൻഡ് എ ക്ലോക്ക് ഇസ് ദർ ഹങ് ഓൺ ദ വാൾ. പിന്നെ 2 teachers are sitting on the chair. One teacher is reading a book. അല്ലേ? There's a waste bin near headmaster's table. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. നമ്മൾ ശ്രദ്ധിച്ച് അങ്ങനെ എഴുതിയാൽ മതി. ഇനി ഒന്നാമത്തെ ദിസ് ഈസ് ദ സ്കൂൾ ഓഫീസ് റൂം എന്ന് വെച്ച് തുടങ്ങിയാൽ മതി. എന്നാ ഒരു സെന്റൻസ് അപ്പൊ തന്നെ ആയല്ലോ. ആക്ടിവിറ്റി 7 എന്താ പറയുന്നത്? ചെസ്റ്റർ കംസ്. അത് നിർത്താനായി തുടങ്ങിയല്ലേ. ചെസ്റ്റർ കംസ് ടു ക്ലാസ് ആൻഡ് സിറ്റ്സ് ഓൺ ദ ഫ്രണ്ട് ബെഞ്ച്. ഫ്രണ്ട് ബെഞ്ചിൽ ചെസ്റ്റർ വന്നിരുന്നു. ഹിസ് ടീച്ചർ കംസ് ആൻഡ് ഇൻട്രൊഡ്യൂസസ് ഹെർസെൽഫ്. ടീച്ചർ സ്വന്തം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഷി ആസ്ക്ഡ് സ്റ്റുഡൻസ് ടു ഇൻട്രൊഡ്യൂസ് ദംസെൽഫ്. സ്വന്തം ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്നുള്ളത് നമ്മള് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സിലൊക്കെ പഠിച്ചതായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് വെച്ചിട്ട് ആ ഒരു ഓർമ്മയും ആ ഒരു അനുഭവം വെച്ച് നിങ്ങൾ പറയണം.
Good morning, dear friends. I am Chester Raccoon. ഇപ്പൊ Zayansi പറയുമ്പോ good morning, dear friends. I am Zayansi. I am from the forest. I am from പുള്ളിലങ്ങാടി. പുള്ളിലങ്ങാടി പറയില്ല, നമ്മളെ സ്ഥലം പറയും. But I am from പുള്ളിലങ്ങാടി. My father is Mr. Raccoon. My father is Mr. Abdurrahim. My mother is Chelsa Raccoon. അപ്പോ my mother is ഉമ്മയുടെ പേരെന്തായിരുന്നു? ഞാൻ മറന്നു. സമീറ, ബുഷ്ര, അങ്ങനെ എന്ത് ഓർമ്മല്ല. ഐ ലവ് മൈ പാരന്റ്സ്, അങ്ങനെ തന്നെ. ഐ ലൈക്ക് റണ്ണിങ്, ജമ്പിങ് ആൻഡ് പ്ലേയിങ്. പ്ലേയിങ് എന്നുള്ളത് പ്ലേയിങ് ഫുട്ബോൾ എന്നൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ഹിയർ. അത് അതേപോലെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നമ്മളെ പേര് മാത്രം മാറ്റുന്നു, നമ്മളെ ഫാദറിന്റെയും മദറിന്റെയും പേര് മാറ്റുന്നു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ചെയ്യാൻ പറ്റും. നൗ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും ഭാഗമാണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. നമുക്ക് അനുവദിച്ച സമയം ഇവിടെ കഴിയാൻ പോവാണ്. അപ്പൊ നമുക്ക് നിർത്താം. എല്ലാരും താങ്ക് യു പറയൂ. എല്ലാരും ഒച്ചത്തിൽ കേൾക്കട്ടെ. Thank you, sir. Thank you, sir. Thank you, sir. താങ്ക് യു, താങ്ക് യു. ശരി, നമുക്കിവിടെ നിർത്താം.